വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ ഭഗവാൻ അർജുനന് ഉപദേശങ്ങൾ തുടരുന്നു. കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്ത് മനഃശുദ്ധി നേടി ജ്ഞാനം നേടാം എന്ന് മനസ്സിലാക്കി കൊടുത്തു. തുടർന്ന് കർമ്മത്തെ, അതായത് നിയത കർമ്മങ്ങളെ ഓരോരുത്തരും ധാർമ്മികമായും സതുദ്ദേശത്തോടെയും മറ്റുള്ളവരുടെ നന്മയെ കൂടെ കരുതി യജ്ഞഭാവത്തിൽ ചെയ്യണം എന്നും ഭഗവാൻ ഉപദേശിച്ചു. ഭഗവത്ഗീതയിൽ സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്വം യേഷവോസ്ത്വിഷ്ടകാമദുഃ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുമ്പോൾ തന്നെ യജ്ഞസംസ്കാരങ്ങളോട് കൂടിയാണ് പ്രജകളെ സൃഷ്ടിച്ചത്. സർവാഭീഷ്ടങ്ങളെയും കറന്നെടുക്കാനുള്ള കാമധേനുവാണ് യജ്ഞങ്ങൾ എന്ന് പറയുന്നു. യജ്ഞങ്ങൾ എന്ന് പറയുമ്പോൾ ജീവാത്മാക്കൾ പ്രകൃതിയോട് യോജിച്ച് സഹകരണത്തോടും സംഘടിച്ചും കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് യജ്ഞത്തിൻ്റെ ഉദ്ദേശം. നമുക്കെല്ലാ നന്മകളും തരുന്ന പ്രകൃതി ദേവന്മാരെ നാം യജ്ഞത്തിലൂടെ ആരാധിക്കണം, പ്രസാദിപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ ദേവന്മാർ നമ്മെയും അനുഗ്രഹിക്കും. ഇങ്ങനെ യജ്ഞകർമ്മങ്ങളിലൂടെ ഭഗവാനെയും പ്രകൃതിയെയും ജീവാത്മാക്കളെയും യോജിപ്പിക്കാനുള്ള മാർഗമാണ് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. പല വിധത്തിലുള്ള യജ്ഞങ്ങളെപ്പറ്റി ഭഗവാൻ പറയുന്നു. ഓരോ യജ്ഞത്തിനും 4 വിധ ഘടകങ്ങളുണ്ട്. അതായത് യജ്ഞം ചെയ്യുന്ന ഹോതാവ് അല്ലെങ്കിൽ കർത്താവ്, യജ്ഞം ചെയ്യാനുള്ള യാഗാഗ്നി, അതിൽ സമർപ്പിക്കാനുള്ള ദ്രവ്യങ്ങൾ, പ്രീതി തരുന്ന ദേവത. തുടർന്ന് ആദ്യമായി ഭഗവാൻ ജീവൻ മുക്തൻ്റെ അല്ലെങ്കിൽ ജ്ഞാനിയുടെ യജ്ഞത്തെക്കുറിച്ച് പറയുന്നു. ജീവൻ മുക്തന് എല്ലാ പദാർത്ഥങ്ങളും ബ്രഹ്മമാണ്. എങ്ങനെയാണോ തിരമാലകളെല്ലാം കടലിൽ നിന്ന് പൊങ്ങി വന്ന് കടലിൽ തന്നെ പോയി ചേരുന്നത്, അതുപോലെ ഹോതാവും ഹവിസും അഗ്നിയും ദേവതയും എല്ലാം ബ്രഹ്മമാണ്. എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് വന്ന് ബ്രഹ്മത്തിൽ തന്നെ മറയുന്നു എന്നുള്ള ഭാവത്തോടുകൂടി ബ്രഹ്മ ഉപാസനയാണ് ജ്ഞാനി ചെയ്യുന്നത്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ബ്രഹ്മമാകുന്ന അന്നം ബ്രഹ്മമാകുന്ന ജഠരാഗ്നിയിൽ ബ്രഹ്മപ്രീതിക്കായി ബ്രഹ്മമായ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള ഭാവം. ഭാരതമൊട്ടുക്കും ഹിന്ദുക്കൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയായി ചൊല്ലുന്ന മന്ത്രമാണ് ഇത്. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ചില കർമ്മയോഗികൾ ദേവതാരാധനാരൂപത്തിൽ അഗ്നിയിൽ ദ്രവ്യങ്ങളെ സമർപ്പിച്ച് യജ്ഞം ചെയ്യും. തുടർന്ന് ചില കർമ്മയോഗികൾ എല്ലാ കർമ്മങ്ങളെയും ദഹിപ്പിക്കുന്ന അഗ്നിയായി ജീവാത്മാവിനെ കാണുന്നു. എല്ലാ കർമ്മങ്ങളെയും ജീവാത്മാവിൽ അർപ്പിച്ച് തുടർന്ന് ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കുന്നു എന്നുള്ള ഭാവം. അതായത് ഞാൻ എന്ന ജീവാത്മഭാവത്തെ പോലും അർപ്പിക്കുന്നു ചിലർ. തുടർന്ന് മറ്റു വിധത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ച് ഭഗവാൻ വിവരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ തന്നെ, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സിനുള്ളിൽ ആത്മനിയന്ത്രണമാകുന്ന അഗ്നിയെ ജ്വലിപ്പിച്ച്
ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന വിഷയങ്ങളെ മനസ്സിൽ തന്നെ നിർത്തുകയാണ്. മനസ്സ് നല്ലതിനെ മാത്രം സ്വീകരിച്ച് ഈശ്വരാർപ്പണമാക്കി ജീവാത്മാവിൽ അർപ്പിക്കുന്നു. മനസ്സ് എപ്പോഴും ജീവാത്മാവിലോട്ട് അർപ്പിച്ചിരിക്കുന്ന ഭാവം. വിഷയങ്ങളെല്ലാം മനസ്സിൽ തന്നെ തടയുന്നു. ശ്രോത്രാദീനിന്ദ്രിയാണന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ഇനി ശബ്ദാദി വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളിൽ തന്നെ തടയുന്നു ചില യോഗികൾ. അതായത് കാതിലൂടെയും കണ്ണിലൂടെയും മൂക്കിലൂടെയും എല്ലാം ആവശ്യമുള്ള നല്ലതിനെ മാത്രം കടത്തിവിടുകയും അരുതാത്തതിനെ എല്ലാം അതാതിന്ദ്രിയങ്ങളിൽ തന്നെ തടയുകയും ചെയ്ത് മനസ്സാകുന്ന ജീവാത്മാവാകുന്ന അഗ്നിയിൽ ദഹിപ്പിക്കുന്നു. ഇനി അടുത്തത് സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. പിന്നെ ചിലർ ഇന്ദ്രിയകർമ്മങ്ങളെയും പ്രാണകർമ്മങ്ങളെയും എല്ലാം തന്നെ ആത്മജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്ന മനോനിയന്ത്രണം എന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു. എല്ലാ കർമ്മങ്ങളെയും പൂർണ്ണമായും ആത്മനിയന്ത്രണം കൊണ്ട് ദഹിപ്പിക്കുകയാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ച് ഭഗവാൻ ഇനിയും തുടർന്ന് പറയുന്നു. അർജുനനിലൂടെ നമുക്ക് ഭഗവാന്റെ ഉപദേശങ്ങൾ ശ്രവിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.